ദ്വിതീയ സ്കന്ധത്തിലെ അധ്യായം 1, 2, 3. ആദ്യത്തെ ചോദ്യം, രാജാവിന് ഉപരിചരവസു എന്ന പേര് ലഭിച്ചതെങ്ങനെ? ഭൂമിക്ക് ഉപരി സ്ഥിതി ചെയ്യുന്നില്ലെങ്കിലും ദിവ്യമായ വിമാനത്തിൽ കയറി എല്ലായിടത്തും സഞ്ചരിക്കുന്നത് കൊണ്ട് ഉപരിചിരവസു എന്ന പേര് രാജാവിന് ലഭിച്ചു. രണ്ടാമത്തെ ചോദ്യം, മത്സ്യമായി തീർന്ന അപ്സരസ് അവളെ ശപിച്ചതാര്? ശാപ കാരണം. അദ്രിക എന്ന പേരുള്ള ഒരു അപ്സരസ് മത്സ്യമായി തീർന്നു. ജലക്രീഡയിൽ മുഴുകി ജലത്തിൽ നഗ്നയായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന അവൾ ആ സമയത്ത് സന്ധ്യാവന്തന തൽപരനായ അവിടെ വന്നു ചേർന്ന ഒരു ബ്രാഹ്മണനെ സമീപിച്ച് കാൽ പിടിച്ചു. പ്രായായാമത്തിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹം അത് കണ്ട് കാമചാരിണിയായ അവളെ, എൻ്റെ ധ്യാനത്തിന് ഉണ്ടാക്കിയ നീ മത്സ്യമായി പോകട്ടെ എന്ന് ശപിക്കുകയുണ്ടായി. മൂന്നാമത്തെ ചോദ്യം, മത്സ്യരാജാവ് ആര്? അദ്രികയുടെയും ഉപരിചരവസുവിൻ്റെയും രേതസിൽ നിന്ന് ജനിച്ച ആൺകുട്ടി. നാലാമത്തെ ചോദ്യം, സത്യവതിയുടെ മറ്റു പേരുകൾ. മത്സ്യഗന്ധ, കാളി, മത്സ്യോദരി. അഞ്ചാമത്തെ ചോദ്യം, പരാശര മഹർഷി സത്യവതിക്ക് നൽകിയ വരങ്ങൾ എന്തായിരുന്നു? വരങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ മാതാപിതാക്കന്മാർ എനിക്കും പരാശര മഹർഷിക്കും നടന്ന ആ വിവരം ഒരിക്കലും അറിയാൻ പാടില്ല. എൻ്റെ കന്യകത്വംക്ക് ഹാനി സംഭവിക്കാൻ പാടില്ല. എനിക്കുള്ള പുത്രൻ അത്ഭുത വീര്യനും അങ്ങേക്കു സമനുമായിരിക്കണം. ഈ കസ്തൂര ഗന്ധം സദാ എനിക്ക് ഉണ്ടായിരിക്കണം. എൻ്റെ യൗവനം എന്നും പുതുതായി തന്നെ ഇരിക്കണം. ആറാമത്തെ ചോദ്യം, വ്യാസമഹർഷി അമ്മയ്ക്ക് നൽകിയ വരങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിപ്രധാനമായ എന്തെങ്കിലും ആവശ്യമുണ്ടാകുന്ന പക്ഷം സ്മരിച്ചാൽ മതി, ഞാൻ അമ്മയുടെ മുമ്പിൽ എത്തിക്കൊള്ളാം. സ്മരിച്ചാൽ ഉടൻ ഞാൻ വരും. ഏഴാമത്തെ ചോദ്യം, ദ്വൈപായനൻ, വ്യാസൻ എന്നീ പേരുകൾ ലഭിച്ചതെങ്ങനെ? ദ്വീപിൽ വെച്ച് വെടിഞ്ഞ ബാലനായതുകൊണ്ട് ദ്വൈപായനൻ എന്ന് പ്രസിദ്ധമായി. വേദം വിഭവിച്ചതുമൂലം വ്യാസൻ എന്ന പേരുണ്ടായി. എട്ടാമത്തെ ചോദ്യം, ബ്രഹ്മാവ് ഗംഗയ്ക്കോടൊപ്പം ശപിച്ചതാരെ? ശപിക്കാനുള്ള കാരണം. മഹാഭിക്ഷ, കരുത്തനായ കാറ്റ് വന്ന്. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം മഹാഭിക്ഷ. അടുത്തത് കാരണം, കരുത്തനായ കാറ്റ് വന്ന് ഗംഗയുടെ ഉടുപ്പുടവ ഉലച്ചു മാറ്റി. അപ്പോൾ മഹാഭിക്ഷ സങ്കോചമില്ലാതെ നോക്കിക്കണ്ടു. രണ്ടുപേരും തമ്മിൽ നോക്കി. ഒൻപതാമത്തെ ചോദ്യം, വസിഷ്ഠൻ അഷ്ടവസുക്കളെ ശപിക്കാൻ ഉണ്ടായ കാരണം. ശാപമോക്ഷവും എന്തായിരുന്നു? അഷ്ടവസുക്കൾ ഭാര്യമാരോടൊത്ത് ക്രീഡിച്ച് വസിഷ്ഠാശ്രമത്തിലെത്തി. ദ്യൗവിന്റെ ഭാര്യ നന്ദിനി പശുവിനെയും കിടാവിനെയും തൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കുവാൻ തൻ്റെ ആശ്രമത്തിൽ എത്തിക്കുവാൻ വസുക്കൾ കടത്തി. അതറിഞ്ഞ ധേനുവിനെ അപഹരിച്ച വസുക്കൾ മനുഷ്യയോനിയിൽ ജനിക്കേണ്ടി വരും. അവരുടെ ശാപമോക്ഷം ഓരോരോ വർഷവും ഓരോരുത്തരായി ശാപവിമുക്തരുമാകും. പത്താമത്തെ ചോദ്യം, പ്രദീപന്റെ അടുത്തെത്തിയ സ്ത്രീ ആരായിരുന്നു? അവൾ ആവശ്യപ്പെട്ടതെന്ത്? അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? ഗംഗ കാമിക്കുന്നവളായതുകൊണ്ട് മടിയിൽ കയറിയിരുന്നു. സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. വലത്തെ തുട മക്കൾക്കും പുത്രവധുക്കൾക്കും ഇരിക്കാനുള്ള സ്ഥാനമായതിനാൽ പുത്രൻ ഉണ്ടാവുമ്പോൾ നീ എൻ്റെ സനുഷയായി തീരും. ഇതാണ് മറുപടി കൊടുത്തത്. താങ്ക് യു.